ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സ്റ്റേജിൽ എന്നെ കിട്ടിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സാറിന്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റാന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോ ആദ്യം എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി സാറിന്റെ ഫിലിം എന്ന് പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക് എനിക്ക് ഓക്കെയാണ്. എനിക്ക് അതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതില് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും. ഈ സീക്രട്ടിലൊക്കെ കുറെ മീനിങ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പടമാണ് സുവർട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. മുന്നേ സാറിന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്നു. സ്വാമി സാറിന്റെ പടത്തിലെ ഓഡിഷനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് ആ സമയത്ത് തന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. കണ്ട ദിവസം തന്നെ എൻ്റെ അടുത്ത് സീനും പറഞ്ഞു, ചെയ്യാനും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അന്നത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പൊ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ദിവസം. പിന്നെ സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതും ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ഗോഡ് ക്യാരക്ടർ കിട്ടുക, പിന്നെ ധ്യാൻ ചേട്ടന്റെ കൂടെയും അപർണയുടെ കൂടെയൊക്കെ ചെയ്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ പോസ്റ്ററിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ഈ സിനിമയിൽ ഒരുപാട് മീനിങ് ഉണ്ട്. അതെല്ലാം നമുക്ക് പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. ഒരിക്കലും ഞാൻ എന്റെ മനസ്സിലുള്ളത് അയാളുടെ രൂപമാണ്, എന്റെ കഥാപാത്രമാണ് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. അയാളുടെ ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നില്ല. 3-4 മാസം കഴിഞ്ഞ് അയാൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സബ്ജക്റ്റ് ഒരു ഇതേപോലെ ഡിസ്കസ് ചെയ്തപ്പോൾ യു വാസ് ഹാപ്പി. അങ്ങനെ ഞാൻ വരികയായിരുന്നു. ഞങ്ങൾ വേറെ ശരിക്കും പറയാൻ ഈ പടത്തിൽ വേറെ ഓപ്ഷൻ ആലോചിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പൊട്ടുന്ന ഒരു വൈപ്പാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. ഞങ്ങളന്ന് 10-40 വർഷത്തെ അടുപ്പവും ബന്ധവും ഇതുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ മമ്മൂട്ടിയുടെ ഞാനിപ്പോൾ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ട് കണ്ണൂർ സ്കോഡാണ്. ഞാൻ അങ്ങനെ ഒരു റൈറ്ററെ വിലയിരുത്താൻ അത്ര കഴിവുള്ള ആളൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്. എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കിന്റെ രീതിയിലോ ഇല്ലെങ്കിൽ നിരൂപണമായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്, അതുപോലെ ശരികളും പറ്റുന്നു. അതുപോലെ എല്ലാവർക്കും ഉണ്ട് അവരുടെ അവകാശം. ഞാൻ അതിനൊന്നും ഒരു അഭിപ്രായം പറയില്ല. ഉദ്ദേശിക്കുന്നത് അഭിനയത്തിലൂടെയാണ്, അഭിനന്ദനയുടെ എന്തായാലും